ഗതാഗത മന്ത്രിയല്ലേ, ഗതാഗതത്തിനോട് ചോദ്യം ചോദിച്ചിട്ട് പോകാന്ന് ചോദിച്ചു. നമ്മുടെ പഴയ ബസ്സില്ലേ 1.5 കോടിക്ക് വാങ്ങിച്ചത്, ആ ബസ് ഇപ്പൊ എവിടെ ഉണ്ടെന്നൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നന്നായിരിക്കും. മ്യൂസിയത്തിലൊക്കെ വെക്കാൻ പോണെന്ന് പറയണ്ടായിരുന്നു. ഇപ്പൊ ബാംഗ്ലൂരിൽ ഇവിടെ കട്ടപ്പുറത്ത് നാശമായിട്ട് എടുക്കണം എന്നാണ് വീഡിയോ കണ്ടപ്പോ മനസ്സിലായത്. ആദ്യം ഞങ്ങളുടെ കാശ് കൊടുത്തു വെച്ചാൽ ബസ് ഇങ്ങോട്ട് തിരിച്ചുണ്ടാ. നമസ്കാരം. നടനും സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയെ അകാരണമായി വിമർശിച്ച മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പ്രതികരണവുമായി BJP പ്രവർത്തകൻ ശ്രീജറായി. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 2.5 കോടി രൂപയുടെ കാറിൽ എത്തിയതിനായിരുന്നു ഗണേശൻ സുരേഷ് ഗോപിയെ വിമർശിച്ചത്. എന്നാൽ സുരേഷ് ഗോപി സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാറിൽ അദ്ദേഹം വരുന്നതിന് ഗണേശൻ എന്താണ് കുഴപ്പമെന്ന് ശ്രീജറായി ചോദിച്ചു. മാത്രമല്ല, സുരേഷ് ഗോപിയെ വിമർശിക്കുന്ന സമയത്ത് കേരളത്തിലെ സാധാരണക്കാരുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങി കട്ടപ്പുറത്ത് കയറ്റിവെച്ചിരിക്കുന്ന നവകേരള കക്കൂസ് ബസിന്റെ അവസ്ഥ ഇപ്പോൾ എന്തായി എന്ന് ഒന്ന് അന്വേഷിക്കണമെന്നും ശ്രീജറായി ഗണേശനോടായി പറഞ്ഞു. സുരേഷ് ഗോപിക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണം തന്നെയായിരുന്നു ഗണേശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. മലയാളികൾ മണ്ണ് വാരി തിന്നാലും BJPക്ക് വോട്ട് ചെയ്യില്ല എന്നും പേടിപ്പിച്ച് മലയാളികളുടെ വോട്ട് പിടിക്കാമെന്ന് ആരും കരുതണ്ട എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. BJPക്കെതിരെ ഇന്ത്യയിൽ പോരാടാൻ കരുത്തുള്ളത് ഇടതുപക്ഷത്തിന് മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. വിരട്ടുന്നവന് വോട്ട് ചെയ്യില്ല, അതാണ് മലയാളി. പണത്തിന്റെ കൊഴുപ്പാണ് BJPക്ക്. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി മുതലാളിയാണ് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സ്വർണത്തളിക ഉള്ളയാളാണ് തൃശൂരിൽ മത്സരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കി ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കാൻ BJP കുതിര കച്ചവടം നടത്തുമ്പോൾ അത് വാങ്ങി നക്കിക്കൊണ്ട് പോകുന്ന കോൺഗ്രസുകാരനെ ഈ തിരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. കൊട്ടാരക്കരയിൽ കേരള കോൺഗ്രസ് B നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടാണ്. രാഹുൽ ഗാന്ധി തെക്ക് നിന്ന് വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും നടക്കുന്നതല്ലാതെ എക്സസൈസ് ചെയ്യലും കടലിൽ ചാടലും തമിഴ്നാട്ടിൽ പോയി ബിരിയാണി വെക്കലുമല്ലാതെ പാർലമെന്റിൽ പോയി ഇതുവരെ വയനാടിനു വേണ്ടിയും കേരളത്തിനു വേണ്ടിയും ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ഗണേഷ് കുമാർ വിമർശിച്ചു. നമസ്കാരം, ശ്രീജറായാണ്. ഫേസ്ബുക്ക് വെറുതെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോ ഒരു വീഡിയോ കണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കണ്ട. സമ്പത്താണ് BJP ഇന്ന് ആർജിച്ചു വെച്ചിരിക്കുന്നത്. തൃശൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജനങ്ങളെ കാണാൻ വരുന്നത് 2.5 കോടി രൂപയുടെ കാറിലാണ് എന്ന് മറക്കരുത്. പോഷെ കമ്പനിയുടെ 2.5 കോടി രൂപയുള്ള കാറിലാണ് തൃശൂരത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി. നമ്മുടെ ഗതാഗത മന്ത്രി, പുതിയ ഗതാഗത മന്ത്രി വാക്കുകളാണ്. സുരേഷ് ഗോപി സ്വന്തം കാശിന് പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തം കാശിന് വാങ്ങിച്ച വണ്ടിയില് തെരഞ്ഞെടുപ്പിന് വന്നാല്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്നാല് താങ്കൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? താങ്കളിലും താങ്കളുടെയൊക്കെ മുഖ്യമന്ത്രി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് 1.5 കോടിക്ക് ഒരു ബസ് വാങ്ങിച്ച് ഈ കേരളം മൊത്തം യാത്ര ചെയ്തില്ലേ? പെട്രോൾ അടിച്ച് ചെലവ് ചെയ്ത് ഫുഡും കഴിച്ചൊക്കെ, അതൊക്കെ ജനങ്ങളുടെ കാശ്. അങ്ങേര് പണിയെടുത്തുണ്ടാക്കിയ കാശ് വെച്ച കാറാണ്. അത് എവിടെയും പോകും, എന്ത് കാര്യത്തിനും പോകും. അത് കണ്ടൊക്കെ നിങ്ങൾക്ക് കുരുപൊളിയുന്നുണ്ടെങ്കിൽ അത് ഒറ്റ കാര്യം കൊണ്ടാണ്. കാരണം തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കും എന്ന തോന്നൽ കൊണ്ടാണ് ഇതുപോലുള്ള പല പല പ്രചരണങ്ങളും ഒക്കെ നിങ്ങൾ നടത്തണത്. അതെല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗതാഗത മന്ത്രിയല്ലേ, ഗതാഗതത്തിനോട് ചോദ്യം ചോദിച്ചിട്ട് പോകാന്ന് ചോദിച്ചു. നമ്മുടെ പഴയ ബസ്സില്ലേ 1.5 കോടിക്ക് വാങ്ങിച്ചത്, ആ ബസ് ഇപ്പൊ എവിടെ ഉണ്ടെന്നൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നന്നായിരിക്കും. മ്യൂസിയത്തിലൊക്കെ വെക്കാൻ പോണെന്ന് പറയണ്ടായിരുന്നു. ഇപ്പൊ ബാംഗ്ലൂരിൽ ഇവിടെ കട്ടപ്പുറത്ത് നാശമായിട്ട് എടുക്കണം എന്നാണ് വീഡിയോ കണ്ടപ്പോ മനസ്സിലായത്. ആദ്യം ഞങ്ങളുടെ കാശ് കൊടുത്തു വെച്ചാൽ ബസ് ഇങ്ങോട്ട് തിരിച്ചുണ്ടാ.